ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പരസ്യ പ്രതികരണങ്ങൾ വിലക്കി KPCC. സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് വിഭജനത്തിലും സ്വയം പ്രഖ്യാപനങ്ങൾ നടത്തരുതെന്ന് മുന്നറിയിപ്പ്. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നേതാക്കളെ നേതൃത്വം ശാസിക്കുമെന്ന VD സതീശൻ. TN പ്രതാപനെതിരെ തൃശൂരിൽ പോസ്റ്ററുകൾ. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ കലഹം രൂക്ഷമാകുന്നു. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CMPക്ക് നൽകുന്നതിനെതിരെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പ്രതിഷേധവുമായി രംഗത്ത്. തിരുവനന്തപുരം സീറ്റ് കോൺഗ്രസിന് തന്നെ വേണമെന്ന നഗരത്തിൽ ചുമരെഴുത്ത്. ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും കൈപ്പത്തി ചിഹ്നത്തിലെ മത്സരിക്കാവൂ എന്നും കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിൽ NDAയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടക്കം വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ കനത്ത സുരക്ഷ. ഭാര്യയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെക്കില്ല. ഭാര്യയ്ക്ക് പരാതിയില്ല എന്ന് ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. ഗണേഷ് വിഷയം മന്ത്രിസഭയിൽ ചർച്ചയായില്ല. മന്ത്രിസഭാ യോഗശേഷം തിരുവനന്തപുരത്ത് KSRTCയുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രിയെ അഭിവാദ്യങ്ങളോടെ സ്വീകരിച്ച് പ്രവർത്തകർ. മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ. നടിയാക്രമിച്ച കേസിൽ നിർണായക നീക്കവുമായി ഹൈക്കോടതി. സർക്കാർ നൽകിയ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചു. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുൾപ്പെടെയുള്ള സാങ്കേതിക വിവരങ്ങളും ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ശബ്ദരേഖകളും പുനഃപരിശോധിക്കണമെന്ന് സർക്കാർ. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് നോട്ടീസ് അയച്ചു. സ്പാർക്ക് ഡാറ്റ ചോർച്ചയിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സന്ദേശം അയച്ചുവെന്ന ഹർജി ഹൈക്കോടതി തള്ളി. സന്ദേശം അയച്ചതിൽ തെറ്റില്ലെന്നും നല്ല ഭരണത്തിന്റെ ഭാഗമെന്നും കോടതി നിരീക്ഷണം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ 3 സാക്ഷികൾ മൊഴിമാറ്റി. പ്രതി ചെന്താമരയുടെ സഹോദരന്റെ ഭാര്യ, അയൽവാസി എന്നിവർ പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ മാറ്റി. 3 പേരും കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്ന് പ്രോസിക്യൂഷൻ. രാജ്യത്തെ ഇന്ധന LPG വിതരണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുന്നതും കരിഞ്ചന്ത തടയുന്നതിനും നടപടി സ്വീകരിക്കും. ഊർജ്ജ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തി സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം സഭയിൽ അവതരിപ്പിച്ച് പ്രതിപക്ഷം. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള സമയമായി എന്ന് സുപ്രീം കോടതി. ഇക്കാര്യം നിയമനിർമ്മാണ സഭ പരിഗണിക്കട്ടെ എന്നും കോടതി. പരാമർശം മുസ്ലിം സ്ത്രീകൾക്ക് വിവേചനമുണ്ടാക്കുന്ന ശരീഅത്ത് നിയമത്തിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കവേ. കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയെ വീണ്ടും ഹാജരാകണമെന്ന് CBI. ചെന്നൈയിലെ ഓഫീസിൽ മൊഴിയെടുക്കണമെന്ന വിജയുടെ ആവശ്യം തള്ളി. ദുരന്തത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി CBI. T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് വമ്പൻ പാരിതോഷികം. ടീമിന് 131 കോടി രൂപ സമ്മാനം പ്രഖ്യാപിച്ച BCCI. താരങ്ങൾക്ക് നൽകുന്നത് 2024 നൽകിയതിനേക്കാൾ ഉയർന്ന തുക. ഫാസ്റ്റ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.